ഇതാരെ ചോദിച്ചിട്ട് താങ്ക് യു. ഇത് ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എടുക്കാനൊരു ചമ്മലുണ്ട്. പുതിയ മിമിക്രി താരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളോട് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. കാരണം പുതിയ കലാകാരന്മാർ മിമിക്രിയിൽ അത്ഭുതങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും പഴയത് തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാം മനസ്സിലാവുമല്ലോ അല്ലേ? ശരി, ഇത് നന്നായി കഴിഞ്ഞാൽ എൻ്റെ മെടുക്കും, കുഴപ്പമാണെങ്കിൽ സൗണ്ടിൻ്റെ പ്രശ്നമായിരിക്കും. ആറാം തമ്പുരാൻ തന്നെ പോരെ? കൂടും കൂട്ടുമില്ലാത്ത പ്രവാസി എല്ലാവരും തന്നെ ഉയർത്തുന്ന ഒരു പേരും ഗതകാല സ്മൃതികളിൽ ശവകുടീരം കൊണ്ട് മൗനം പേരുന്ന കൊട്ടാരങ്ങൾ ദുരിതത്തിന്റെ വിറയാടുന്ന വേദന കേട്ടാൽ ചെവിയോട്ടാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹായിട്ട് ഒരു സിംഹത്തിന്റെ മകൻ ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തെണ്ടിയുടെ ഓട്ടക്കേശ് എന്തുണ്ട്? സബ് ലോഗ് ഈ സിന്ദഗി ജോ കഭി നഹീ ശരിയാക്കിക്കോളാം. അടുത്ത പറയുന്നത് അങ്ങനെ പോട്ടെ. ഇതിപ്പോ ഒരു ഇത്തിരി ചില്ലറമായിക്കൊണ്ട് ഒരു ക്രിയേറ്റർ പരിപാടിയും കിട്ടിയില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് മമ്മൂക്കയുടെ 2 ഡയലോഗ് പാപ്പാക്ക് പണിയിൽ എടുത്ത് പക്ഷേ ബിലാലുപോലെ ഇനി തിലകേട്ടന്റെ ശബ്ദം ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട്. പക്ഷേ ഇതിനൊക്കെ പ്രത്യുപകാരമായിട്ട് നിങ്ങൾ ഓഗസ്റ്റ് 2-ാം തീയതി അടിയോ സമീപം കേട്ടോ തിലകൻ ചേട്ടൻ, അതായത് അവസാനം അദ്ദേഹം നാളുകളിൽ അഭിനയിച്ച സിനിമയാണ് നമ്മുടെ. അതിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് മനസ്സെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ല. ഇനി അതിന് വേറെ മനസ്സ് കാണിച്ചു തരാൻ വേറെ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാ ശ്രദ്ധിച്ചു അവസാന നാളുകൾ 50 രൂപ എന്താ റെഡി തിലകൻ ചേട്ടൻ വിശന്നു വരഞ്ഞേറുവെന്ന് ആ മനസ്സ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ. ആ മനസ്സ് വിശന്നു വരഞ്ഞേറുവെന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ താങ്ക് യു. എന്നെ ട്രോളുന്നാണ്.